ഏകാദശി ഏറ്റവും പവിത്രമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും മാസത്തിൽ 2 തവണയാണ് ഏകാദശി വരുന്നത്. ഈ വർഷത്തെ സഫല ഏകാദശി ജനുവരി 7-നാണ് ആഘോഷിക്കുന്നത്. ഏകാദശി തിഥി ജനുവരി 7-ന് അർദ്ധരാത്രി 12:41 ആരംഭിക്കുന്നു. ഏകാദശി തിഥി ജനുവരി 8-ന് അർദ്ധരാത്രി 12:46 അവസാനിക്കുന്നു. യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് സഫല ഏകാദശിയെപ്പറ്റി ആരായുന്നത് കേൾക്കാം. യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണനോട് ചോദിച്ചു, പ്രിയ ഭഗവാൻ കൃഷ്ണ, പൗഷമാസത്തിലെ ഇരുണ്ട രണ്ടാഴ്ചയിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ്? ഇത് എങ്ങനെ നിരീക്ഷിക്കപ്പെടുന്നു? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ വിശദാംശങ്ങൾ എന്നോട് പറയൂ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഹേ യുധിഷ്ഠിര, മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി സഫല ഏകാദശി എന്നറിയപ്പെടുന്ന പൗഷ കൃഷ്ണ ഏകാദശി ആചരിക്കുന്ന പ്രക്രിയയെ ഞാൻ വിവരിക്കാം. ഈ പുണ്യദിനത്തിൽ നാരായണനെ ആരാധിക്കണം. ഹേ യുധിഷ്ഠിര, ലുംബകനെപ്പോലെ എന്നെ സമീപിക്കുന്നവൻ വിലാപങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും പൂർണ്ണമായും മുക്തനാകും. തീർച്ചയായും ഈ മഹത്തായ സഫല ഏകാദശി കൃത്യമായി ആചരിക്കുന്ന ഏതൊരാളും അറിയാതെ പോലും മരണത്തിൽ പരിപൂർണ മോചനം നേടുകയും വൈകുണ്ഠത്തിലെ ആത്മീയ വാസസ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്യും. മാത്രമല്ല, സഫല ഏകാദശിയുടെ മഹത്വം കേവലം കേൾക്കുന്ന ഒരാൾക്ക് രാജസൂയ യജ്ഞം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന അതേ പുണ്യം ലഭിക്കും. ചുരുങ്ങിയത് അവന്റെ അടുത്ത ജന്മത്തിലെങ്കിലും അവൻ സ്വർഗത്തിൽ പോകും. എന്റെ ഭക്തൻ എനിക്ക് പുതിയ പഴങ്ങൾ സമർപ്പിച്ച് എന്നെ ആരാധിക്കണം. സർവ്വ ഐശ്വര്യമുള്ള പരമപുരുഷനായി എന്നെ ധ്യാനിക്കണം. സഫല ഏകാദശിയിലെ വിളക്കുകൾ വിശേഷാൽ മഹനീയമായതിനാൽ അവൻ എനിക്ക് ധൂപവും ശോഭയുള്ള നെയ്യ് വിളക്കുകളും അർപ്പിക്കണം. ഭക്തൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ ശ്രമിക്കണം.